ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഗവി ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇന്നൊരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിരുന്ന ഗവിയിലേക്ക് വരുന്നതിനെ പറ്റി. നമ്മുടെ ആങ്ങമ്പുഴി ഫോറസ്റ്റ് റേഞ്ചിൽ എത്തിയിട്ടുണ്ട്. 11 മണിക്ക് മുമ്പ് എത്താൻ പറ്റി. നമ്മുടെ പതിവ് ഡ്രൈവർ ജയേഷാണ്. പാസ് കിട്ടിക്കഴിഞ്ഞ് ഇനി നമുക്കിനി ഗവിയിലേക്ക് കയറാൻ പോവാണ്. പ്ലാസ്റ്റിക്കിൻ്റെ കാര്യങ്ങളൊക്കെ അവർ ചോദിച്ചിട്ടുണ്ട്, എത്ര പ്ലാസ്റ്റിക് ഉണ്ട് അതെല്ലാം നമ്മൾ നേരത്തെ എൻട്രി ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ 300 രൂപ അടച്ചു. 60 രൂപയാണ് ടിക്കറ്റ്. നമ്മുടെ വണ്ടി നമ്മൾ നേരത്തെ ടിക്കറ്റ് എടുക്കണം. നമ്മളെ ഗവി എൻട്രി പാസ് വഴി ടിക്കറ്റ് എടുത്തിട്ടാണ് അവിടെ വരുന്നത്. വന്നു കഴിഞ്ഞിട്ട് ടിക്കറ്റ് കൈമേടിച്ചിട്ടുണ്ട്. ഞങ്ങൾ 5 പേരുണ്ട്. ഇനി ഗവിയിലേക്ക് കയറാൻ പോവുക. ബാക്കി കാഴ്ചകൾ പോകുന്ന വഴിക്കാം. ഓക്കെ, നമുക്കിപ്പോൾ ടിക്കറ്റ് കിട്ടിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ കാട്ടിനകത്തേക്ക് കയറാൻ പോവുകയാണ്. ഇനി ഒരു 3ഓളം ചെക്ക് പോസ്റ്റ് ഉണ്ട്, 2ഓളം ഡാമുണ്ട്. ഇതെല്ലാം കാണാൻ വേണ്ടി ഗവിയിലേക്ക് കയറാൻ പോവുകയാണ്. പാസ്സെല്ലാം മേടിച്ച് ഗവിയിലോട്ട് തിരിക്കുകയാണ്. അപ്പം നമ്മുടെ ഈ ഇത് കൊണ്ട് കഴിഞ്ഞ് ഫോറസ്റ്റോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ കഴിക്കാനായിട്ട് യാതൊന്നും തന്നെ കിട്ടില്ല, വെള്ളം കിട്ടില്ല, ഒരു പരിപാടി നടക്കത്തില്ല. അതുകൊണ്ട് എന്തെങ്കിലും വാങ്ങുന്നെങ്കിൽ നമ്മൾ ഇതിന് മുമ്പ് തന്നെ അങ്കമ്പുഴി ഫോറസ്റ്റ് റേഞ്ച് കഴിഞ്ഞ് അങ്ങോട്ട് തിരിയുമ്പോൾ, അതായത് ഗവിയിലേക്ക് കയറുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ വാങ്ങണം. അതിനുവേണ്ടി ഞങ്ങളിപ്പോൾ ഒരു ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. കുറച്ച് ചൂട് അപ്പവും പൊറോട്ടയും മുട്ടക്കറിയൊക്കെ മേടിച്ചിട്ട് പാത്രത്തിലാക്കി കൊണ്ടുപോകാനുള്ള പരിപാടിയാണ്. ഫുൾ ഫിൽഡ് ഡിക്കിയാണ്. കംപ്ലീറ്റ് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് ഗവിയിലേക്ക് പോകാൻ പോവാണ്. ഓക്കെ, പഴയ കൊട്ടവഞ്ചികളൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ. കൊട്ടവഞ്ചി തുഴയാനായിട്ട് ഇപ്പോൾ ആരും ഇങ്ങോട്ട് വരണ്ട. ഈ സമയത്ത് ഇവിടെ ഇത് ഓണല്ല. നമുക്ക് വന്ന് ഇറങ്ങി ഈ ആറൊക്കെ ഒന്ന് കാണാം. കൊട്ടവഞ്ചിയൊക്കെ അടിക്ക് സൈഡിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പോകുന്ന വഴിക്ക് ഇറങ്ങി കാണാവുന്നൊരു സ്പോട്ടാണ്. ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്കിവിടെ തുഴഞ്ഞു തരുന്ന ആളുണ്ടെങ്കിൽ നമുക്ക് കയറാം. 400 രൂപയായിരുന്നു നേരത്തെ ഇവിടെ 4 പേർക്ക്. ഇപ്പോൾ അതിവിടെ അവൈലബിൾ അല്ല. അപ്പോൾ നമുക്കിനി നേരെ ഗവിയിലോട്ടുള്ള യാത്ര തുടരാം. നമ്മളെ വരുന്ന 2ാമത്തെ ചെക്ക് പോസ്റ്റാണ്. ഇവിടെ എത്തിയിട്ട് നമ്മൾ പാസ് വാങ്ങി. ഓക്കെ, അപ്പോൾ നമ്മൾ ഗൂഡ്രിക്കൽ അങ്കമ്പുഴി പാസ് വാങ്ങി. അവിടുന്ന് നേരെ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മുടെ ഡെസ്റ്റിനേഷൻ ഇതാണ്. ഈ ചെക്ക് പോസ്റ്റിൽ നമ്മുടെ പാസ് കാണിച്ച് നമ്മൾക്ക് ഇവിടുന്ന് എൻട്രി കിട്ടിയിട്ടാണ് നമ്മൾ ഫസ്റ്റ് ഗവിക്ക് അകത്തേക്ക് കയറുന്നത്. ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് ചെക്ക് പോസ്റ്റ്. ഇതാണ് നിങ്ങൾ കാണുന്നത്. നമ്മളവിടെ പാസ് കാണിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടുന്ന് അലോ ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ അവരത് ലിഫ്റ്റ് ചെയ്ത് തരും. നമുക്ക് അകത്തേക്ക് പോകാൻ പറ്റും. ഇവിടുത്തെ ഡാമിൻ്റെ
കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് അന്ന് പണിഞ്ഞിരുന്ന ഹൗസുകളാണ്. ഇവർക്ക് തങ്ങാനും മറ്റ് പ്രവർത്തനത്തിനൊക്കെ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരാണ്. നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഒരു ട്രാക്ടറൊക്കെ കാണാം. അന്ന് ഡാമിൻ്റെ കൺസ്ട്രക്ഷന് വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു ട്രാക്ടറൊക്കെ നമുക്ക് കാണാൻ പറ്റും. ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് അകത്തേക്ക് വന്ന് നല്ല യാത്രയായിരുന്നു. ഫുള്ള് ആനകളുടെയൊക്കെ ഒരു പിണ്ടമൊക്കെ കിടന്നിട്ട് നമ്മൾ ഭയങ്കര ടെൻഷൻ അടിച്ച് റിസ്ക് എടുത്ത് വന്ന റൂട്ടുകളായിരുന്നു. ഇപ്പോൾ ഇത് നമ്മുടെ ഡാമാണ്, ഫസ്റ്റ് ഡാമാണ്. നമ്മൾ ഈ ഡാമിൻ്റെ മുകളിൽ കൂടി കയറി അപ്പുറത്തിറങ്ങും, ഫോറസ്റ്റിനകത്തേക്ക് കയറും. അതാണ് നമ്മുടെ വളരെ ഡാം തുറന്നിരിക്കുകയാണ്. നല്ല പാൽവെള്ളം പോലെ വെള്ളം ഇങ്ങനെ ഒലിച്ച് വരുന്ന കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇത് കക്കി ഡാമല്ലേ അത് നമുക്ക് ക്ലാരിഫൈ ചെയ്യാം. ഫസ്റ്റ് ഡാം പോസ്റ്റ് മൂഴിയാർ ഡാമാണ്. ആദ്യത്തെ ഡാം മൂഴിയാർ ഡാമാണ്. മൂഴിയാർ ഡാമിന്റെ പോർഷനാണിത്. അപ്പോൾ നമ്മൾ പോവാം. അപ്പോൾ നമുക്ക് റെസിഷൻ ഉണ്ട്. നമുക്കിനി ബാക്കി ഡാമിന്റെ മുകളിൽ നിന്നുള്ള വിഷ്വൽസ് കാണിച്ചു തരാം. ഓക്കെ. കയറി ക്രോസ് ചെയ്ത് ഇപ്പുറത്ത് വന്ന് കിടക്കുകയാണ്. ഈ ഡാമിൽ കൂടി എൻ്റെ മേളിൽ കൂടെ വണ്ടികൾ ഇങ്ങനെ വരും. വെൽക്കം ടു ശബരിഗിരി ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് ആണ്. എനിക്ക് തോന്നുന്നു അടുത്ത ഡാമിന്റെ പ്രോജക്റ്റ് ആയിരിക്കും, ഈ ഡാമിന്റെ ആയിരിക്കില്ല. പൈപ്പ് ലൈൻസ് ഒക്കെ കാണുന്നുണ്ട്. ഈ ഗവി യാത്ര എന്ന് പറയുന്നത് തന്നെ ഈ ഒരു വനത്തിനുള്ളിലൂടെയുള്ള ഒരു പോകുമ്പോൾ ഒരു ആസ്വാദനം തന്നെയാണ്. ശരിക്കും കാടിനെ അറിഞ്ഞ് അതിലെ കാഴ്ചകൾ കണ്ട് ഓരോ സ്ഥലത്തും നിർത്തി ശുദ്ധമായി ശ്വസിച്ച് പോകുന്നതൊക്കെ തന്നെയാണ് ഈ ഗവി യാത്ര എന്ന് പറയുന്നത്. ശരിക്കും കോടയാണ് മൂഴിയാർ ഹൗസ്. ഇവിടെ സ്കൂളുണ്ട്, നോക്കാം. കോട്ടെ ഇറങ്ങണ്ട. ഗസ്റ്റ് ഹൗസ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മുടെ മൂഴിയാർ ഡാം കഴിഞ്ഞിങ്ങനെ വരുമ്പോഴത്തേന് ക്യാൻറ്റീനുണ്ട്, ഭക്ഷണമൊക്കെ കഴിക്കാം, ബാത്റൂമുണ്ട്. നമുക്ക് നേരെ ടോപ്പിലോട്ട് കയറി പോകുന്നതാണ് ഗവി. വണ്ടി പോട്ടെ. ഗസ്റ്റ് ഹൗസ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഗസ്റ്റ് ഹൗസ് ഇല്ല, അതൊന്നും കാണത്തില്ല. ക്യാൻറ്റീൻ്റെ ഒരു റിഫ്രഷ് ആവാനുള്ള സ്പേസ് അത്രേ ഉള്ളൂ. പോയിട്ട്. അപ്പോൾ ഈ യാത്രയിൽ നമ്മുടെ ഇവിടെ അക്കമ്പനി ചെയ്യുന്ന എല്ലാവരെയും ഒന്ന് പരിചയപ്പെടുത്താം. ഇത് നമ്മുടെ ഫസ്റ്റ് ഡ്രൈവറാണ് അർജുൻ ഏട്ടാ. ഇത് വിഷ്ണു, ഇത് ശരത്ത്. ഇവരൊക്കെ നമ്മുടെ വ്ളോഗിൽ ആദ്യമായിട്ടാണ് വരുന്നത്. ജയേഷിനെ പിന്നെ അറിയാമല്ലോ, നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലുണ്ടായിരുന്നു. നമ്മുടെ ബോണക്കാട് യാത്രയിൽ ഉണ്ടായിരുന്ന ആളാണ്. അപ്പൊ അങ്ങനെ നല്ല അറ്റ്മോസ്ഫിയറിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഒറ്റ പ്രശ്നമേ ഉള്ളൂ, അട്ടയെ പേടിച്ചാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അട്ട ഇപ്പം വിഷ്ണുവിന്റെ കാല കടിച്ചെന്ന് തോന്നുന്നു അല്ലേ? കാല കിട്ടിയോ? കളഞ്ഞു. അദ്ദേഹം ബുദ്ധിപരമായിട്ട് കളഞ്ഞിരിക്കുകയാണ്. ജയേഷിന്റെ കാല കടിച്ചു, എനിക്കിതുവരെ കിട്ടിയില്ല. ബോണക്കാട് വെച്ച് കടിച്ച കാര്യം ഞാൻ പറഞ്ഞില്ലേ. അട്ട ഉണ്ട് ശരിക്കും. അട്ട സൂക്ഷിച്ച് വേണം വരാൻ. വരുന്നവർ മാക്സിമം ഷൂസ് ഒക്കെ ഉപയോഗിച്ച് വരാൻ നോക്കുക. ഇതാണ് അതെ, ഉപ്പ് ലൈറ്റർ പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. അതെ വളരെ അങ്ങനത്തെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇത് കടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ബ്ലീഡിങ് ആയിരിക്കും. വളരെ ഒരു പ്രശ്നം പറ്റിയിരിക്കുകയാണ്. മരങ്ങൾ വീണ്ടിരിക്കുകയാണ് നമ്മൾ പോകുന്ന വഴിക്ക്.
മരം വീണ് കിടക്കുകയാണ്. മരം വീണ് കിടക്കുകയാണ്. അട്ട കാണും, അട്ട കാണും. മരം വീണ് കിടക്കുകയാണ്. പോകുന്ന വഴിക്ക് പോവാൻ പറ്റുള്ളൂ. ഓ, അടുത്ത് പിടിച്ചാലും കുഴപ്പമില്ല കേട്ടോ. നല്ല മഴയാണ്. ഇതാണ് ഈ പൈപ്പ് ലൈൻ. ഇങ്ങനെ ടോപ്പിൽ നിന്ന് വരികയാണ്, അങ്ങ് താഴെ പോവും. ഭയങ്കര വ്യൂ ആണ് ഇവിടെ. ഹൈ ഓൾട്ടിറ്റ്യൂഡിലാണ് നമ്മൾ നിൽക്കുന്നത്. കണ്ടില്ലേ, ഓൾട്ടിറ്റ്യൂഡ് കണ്ടില്ലേ? ആണ്. ഇതിൽ പെൻ സ്റ്റോക്കാണ്, ടോപ്പിൽ നിന്ന് വരുന്നതാണ്. നമുക്ക് എൻ്റെ അടുത്തേക്ക് പോവാം. നമ്മൾ നേരത്തെ കണ്ടില്ലേ, നേരത്തെ കണ്ട പോർഷൻ തന്നെ. താഴെ എടുക്കാൻ പറ്റുമോ? സൂം ചെയ്യാൻ പറ്റുമോ?